കുറച്ച് പൈസ കൈവന്നാൽ ഇപ്പോഴും പലരും ആദ്യം ആലോചിക്കുക അത് ബാങ്കിൽ FD ഇടാമെന്നാണ്. ഏറ്റവും സുരക്ഷിതമായ മാർഗമെന്നതാണ് എല്ലാവരെയും അതിലേക്ക് പ്രേരിപ്പിക്കുന്നത്. എന്നാൽ അതിലും ചില റിസ്കുകളുണ്ടെന്ന് പലരും മനസ്സിലാക്കുന്നില്ല. അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഒന്നാമത്തത് ഇൻഫ്ലേഷൻ റിസ്ക് ആണ്. നിക്ഷേപത്തിനൊരുങ്ങുമ്പോൾ ഏറ്റവും പ്രാധാന്യം നൽകേണ്ട ഒന്നാണ് പണപ്പെരുപ്പം. ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 20 ലക്ഷം രൂപ ഉണ്ടെന്ന് കരുതുക. അടുത്ത വർഷം കുട്ടിയുടെ പഠനത്തിനോ അതുപോലെ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് കരുതുക. ഇപ്പോൾ ആവശ്യമില്ലാത്ത തുകയുമാണ്. അപ്പോൾ ധൈര്യമായി FDയിൽ തന്നെ ഇടാം. കാരണം അടുത്ത വർഷം ഒരു 6% വരെ വിലക്കയറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഹെഡ്ജ് ചെയ്യാൻ ഈ തുക ഒരു വർഷത്തേക്ക് FD ഇടാം. ഇനി പണപ്പെരുപ്പം 10% ആകുകയാണെങ്കിൽ നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റും. കാരണം അടുത്ത വർഷം ഈ 20 ലക്ഷത്തിന് പകരം 22 ലക്ഷം കയ്യിൽ വേണ്ടി വരും. ഇതാണ് ഇൻഫ്ലേഷൻ റിസ്ക്. ഇനി അടുത്തത് ലിക്വിഡിറ്റി റിസ്ക്. നിങ്ങളൊരു വർഷത്തേക്ക് 20 ലക്ഷം രൂപ FDയിൽ നിക്ഷേപിച്ചു. പക്ഷേ അപ്രതീക്ഷിതമായി ചില ആവശ്യങ്ങൾ വന്ന് പെട്ടെന്ന് പിൻവലിക്കേണ്ടി വന്നു എന്ന് കരുതുക. ഒരു വർഷത്തേക്ക് 6.25% ബാങ്ക് പലിശ വാഗ്ദാനം ചെയ്തിരുന്നത്. പക്ഷേ കാലാവധിക്ക് മുൻപ് പിൻവലിക്കുമ്പോൾ പലിശ നിരക്ക് കുറയും. നിക്ഷേപിക്കുമ്പോൾ പലരും ഇത്തരം ലിക്വിഡിറ്റി റിസ്കിനെ കുറിച്ച് ചിന്തിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി അടുത്തത് റീഇൻവെസ്റ്റ്മെന്റ് റിസ്ക്. നേരത്തെ പറഞ്ഞ പോലെ നിക്ഷേപം കൃത്യമായി എപ്പോൾ ആവശ്യം വരുമെന്ന് അറിയാത്തത് കൊണ്ട് ഒരു വർഷത്തേക്ക് ആദ്യം FD ഇടും. പിന്നെ അടുത്ത വർഷം വീണ്ടും പുതുക്കും. അങ്ങനെ ഒരു രീതിയാവും പലരും പിന്തുടരുക. ഓരോ വർഷവും FDയുടെ പലിശ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ തവണ FD പുതുക്കുമ്പോഴും കുറഞ്ഞ പലിശയാകും ലഭിക്കുക. ഇതാണ് റീഇൻവെസ്റ്റ്മെന്റ് റിസ്ക്. നമ്മൾ സാധാരണ നിക്ഷേപങ്ങളുടെ പലിശയെക്കുറിച്ച് മാത്രമാണ് പൊതുവെ പറയാറുള്ളത്. FDയിൽ നിന്നുള്ള നേട്ടത്തിന് പലിശ ബാധകമാണ്. നിശ്ചിത പരിധിക്ക് മുകളിലുള്ള പലിശയ്ക്ക് ബാങ്ക് 10% TDS പിടിക്കും. സാധാരണ പൗരന്മാർക്ക് വർഷം 40,000 രൂപയും മുതിർന്ന പൗരന്മാർക്ക് 50,000 രൂപയുമാണ് പരിധി. നികുതിക്ക് ശേഷമുള്ള നേട്ടം കണക്കാക്കുമ്പോഴേ നിക്ഷേപം ഫലപ്രദമാണോ എന്നറിയാനാവും. ഇതാണ് നാലാമത്തെ റിസ്ക്, നികുതി റിസ്ക്. ഇനി ഒരു റിസ്ക് കൂടിയുണ്ട്, അതാണ് ഡിഫോൾട്ട് റിസ്ക്. ബാങ്കുകൾ പൂട്ടിപ്പോയാൽ നമ്മുടെ നിക്ഷേപത്തിന് സംഭവിക്കാവുന്ന റിസ്ക് ആണിത്. അത് അത്ര സാധാരണമല്ല, എന്നാലും സംഭവിക്കാവുന്ന ഒന്നാണ്. നിലവിൽ 5 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങൾക്ക് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നുണ്ട്. 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നിക്ഷേപിച്ചാൽ ഇത്തരമൊരു റിസ്ക് ഉണ്ടെന്ന് ഓർക്കുക. ഇത്തരം റിസ്കുകളൊക്കെ ഉണ്ടെങ്കിലും ഉറപ്പായ റിട്ടേൺ, മൂലധന സംരക്ഷണം എന്നിവയൊക്കെ FDയെ എക്കാലത്തും ആകർഷകമായി തന്നെ നിലനിർത്തുന്നു.